എയർ ഇന്ത്യ വിമാനം പട്ടാമ്പിയിലെ ആക്രിക്കടയിൽ. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പൊളിക്കാനായി പട്ടാമ്പിയിലെ ആക്രി മാർക്കറ്റിലെത്തി. വിമാനം ഇനി ആക്രി പാലക്കാട് ഓങ്ങല്ലൂർ കാരക്കാട് സ്ക്രാപ്പ് കടയിലാണ്. പഴയ കാറും ജീപ്പും ബൈക്കും മാത്രമല്ല, ഇവിടെ എല്ലാം പൊളിക്കും. അതിപ്പോ വിമാനമായാലും വിഷയമല്ല. അതാണ് ഓങ്ങല്ലൂർ കാരക്കാട്ടെ സ്ക്രാപ്പ് മാർക്കറ്റ്. ഇവിടെ കാരക്കാട് എന്ന ഗ്രാമം സ്ക്രാപ്പിന്റെ ഒരു മെയിൻ ഹബ്ബാണ് കേരളത്തിലെ. അപ്പോൾ അതിൽ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന കുറച്ച് പുലികളാണ്, അത് വഴിവെട്ടി തെളിയിച്ച ആളുകളാണ്. അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കാരക്കാട് എന്ന പ്രദേശത്താണ് കാലങ്ങളായി ഇന്ന് കേരളത്തിലെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സ്ക്രാപ്പ് വ്യാപാരം. അത് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം തന്നെ എന്ന് പറയാം. എയർ ഇന്ത്യയുടെ വിമാനത്തിൻ്റെ സ്ക്രാപ്പ് നമ്മുടെ നാട്ടിലെത്തിയ സംഭവം യൂട്യൂബർ സാജി അദ്ദേഹത്തിൻ്റെ പേജിൽ അത് ഫോർവേഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മില്യൺ ആളുകളാണ് അത് കാണാനും കഴിഞ്ഞത്. അതുകൊണ്ട് അതും നമുക്ക് അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുമാത്രമല്ല, മുൻഗാമികളായ ആളുകൾ ഈ സ്ക്രാപ്പ് മേഖലയിൽ അവരുടെ പരിശ്രമം ത്യാഗം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഈ നാട് വളരെ പന്തലിച്ച് വളർന്ന് വലുതാവട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ പുലികളാണ്, ഈ മേഖലയിൽ വഴിവെട്ടി തെളിയിച്ച ആളുകളാണ് അപ്പോൾ കുറച്ച് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ ആദ്യമാണ്. പക്ഷെ ഇത്തരത്തില് ഷിപ്പുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ എടുത്തിട്ടില്ല അല്ലേ? അതിന്റെ ഇതിപ്പോ പറയുമ്പോ ഓർമ്മ വരുന്നതേ ഒരു 72 കാലഘട്ടത്തിലാണെന്ന് ഉദ്ദേശിക്കുന്നു. 72 കാലഘട്ടത്തിൽ തേകോടം ബാപ്പുക്ക എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു. അയാൾ കോയമ്പത്തൂര് പാത്ര ഇഞ്ചൻ പൂസിന്റെ പണിയായിരുന്നു. ഒരു കുഞ്ഞു കോയക്ക് അവരാണ് ഫസ്റ്റിൽ വന്ന് ഇവിടെ പഴയ ഇരുമ്പ് എടുക്കേണ്ടത് കോയമ്പത്തൂർ എന്ന് പറഞ്ഞൊരു വലിയ അത്ഭുതം. അന്നത്തെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് അത് സംഭവം ഇപ്പൊ പറഞ്ഞ മാതിരിയല്ല, അന്നത് വലിയൊരു അത്ഭുതം. അങ്ങനെയാണ് അന്നത്തെ കുറച്ച് ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കണേൽ കുഞ്ഞുമാനിക്കാന്ന് പറഞ്ഞ ആളുണ്ട് മുസ്ലിം വീട്ടിലെ മുസാജി ഒരാള്, ആലിയ മോജി, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അതിന്റെ തുടക്കക്കാർ. ഇന്ന് ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പുരോഗതി തന്നെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് പറയാനുള്ളത്. അതാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവം. അന്നത്തെ 80 പൈസക്ക് കോയമ്പത്തൂർ കൊണ്ടുപോയി കൊടുത്തിരുന്ന ആ വിട്ടിട്ട് ഇന്ന് പ്ലേറ്റ് വരെ നമ്മൾ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അത്ര കേരളത്തിൽ ചിലപ്പോ നമുക്ക് അറിവിൽ ഇങ്ങനെ ഹബ്ബും അതുപോലെ തന്നെ ഇത്ര വലിയ ഹബ്ബും അല്ലെങ്കിൽ ഇങ്ങനെ കപ്പലും അതുപോലെ പ്ലെയിനൊക്കെ പൊളിക്കുന്ന സ്ഥലം ഉണ്ടോ എന്ന് കമന്റ് ചെയ്യാം അല്ലിക. അപ്പൊ നമ്മൾ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിലും കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു മേഖല കൊണ്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട് മാത്രമല്ല, വേറെ പുറത്തുനിന്ന് വന്ന ജോലിക്കാരാണെങ്കിൽ അല്ലെ. ഏകദേശം ഇപ്പൊ ഈ പാറപ്പുറം പട്ടാമ്പി മേഖലയിൽ ഏകദേശം 10,000-ൽ താഴെ 10,000-ന്റെ അടുത്ത് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ തുടക്കക്കാരങ്ങള് കുറച്ച് ആളുകളാണല്ലോ. അപ്പോ ഇതിന്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാവും. ഞാൻ 1985 10-ാം മാസം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ തിക്താനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്കൊന്നും കല്യാണാലോചനക്ക് പോയാൽ കല്യാണം കിട്ടിയിരുന്നില്ല. സ്ക്രാപ്പ് ബിസിനസ് ആണ്, ആക്രി കച്ചവടം എന്നുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുപോകാൻ തയ്യാറില്ല. ഇന്ന് ഈ ഭാഗത്തുള്ള പെൺകുട്ടികളെ 100% കെട്ടിക്കൊണ്ടുപോകാൻ എല്ലാവരും തയ്യാറാണ്. കാരണം അവര് പാട്ടപെറുക്കികളാണ് എന്നുള്ള ഒരു സംഭാഷണം ഉണ്ടായി. എല്ലാ ജോലിക്കും അതിന്റെ അഭിമാനം തെളിയിച്ച് വളരെ ഉയർച്ചയിലെത്തിയ ഒരു നാടാണ് കാരക്കാട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ നമുക്ക് ഈ GST ഉണ്ടല്ലോ, പിന്നെ വിദേശ നാടുകളിലൊക്കെ ഈ സ്ക്രാപ്പിന് GST ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രമാണ് ഈ സ്ക്രാപ്പിന് GST ശരിക്കും എടുത്ത് ഒഴിവാക്കണം. ശരിക്കും ഈ നാടിനെ സംരക്ഷിക്കാൻ ഈ വേസ്റ്റുകൾ എടുക്കൽ അനിവാര്യമാണല്ലോ. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ഈ GST ഈ ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു, 1000-കണക്കിന് കുടുംബങ്ങൾ. അപ്പോൾ ഈ ഒരു മേഖലയെ ഇങ്ങനെ വലിയൊരു ഒരു വ്യാപാര മേഖലയായിട്ട് വളർത്തിയെടുത്ത ഈ നാട്ടിലെ ആൾക്കാരെ ഞാൻ പലരും സംസാരിക്കുമ്പോൾ അഭിനന്ദിക്കാറുണ്ട്. സ്ക്രാപ്പ് ബിസിനസ്സിനെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ നാട്ടിന് കഴിഞ്ഞു. ഇവിടുത്തെ ഈ നാട്ടിന്റെ സാമ്പത്തിക ഒരു പുരോഗതിയുടെ നട്ടെല്ലാണ് സ്ക്രാപ്പ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ കപ്പല് പോലും ഇവിടെ പൊളിക്കാറുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അതെ, ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ എന്റെ നാട്ടിലുള്ള പലരോടും സംസാരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ അവര് അത്ഭുതം കൂടാറുണ്ട്. പക്ഷെ ഇവിടെ വിമാനം തന്നെ നേരിട്ട് വന്ന് പൊളിക്കുന്ന ഒരു അപ്പൊ അതൊന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് വന്നതാണ്. GSTയുടെ കാര്യം പറയുകയാണെങ്കിൽ നാടിന്റെ പുരോഗതി ഈ ബിസിനസ് കൂടെയാണ്, രാജ്യ പുരോഗതിയും അതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട കച്ചവടക്കാർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും തന്നെ GST രജിസ്ട്രേഷൻ എടുത്ത് നിയമപരമായിട്ട് തന്നെ ബിസിനസ് നടത്തുന്നവരാണ്. അപ്പോൾ അതിന്റെ ശതമാനം 18% എന്നാണ് മനസ്സിലാക്കുന്നത്.
അത് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ക്രാപ്പ് മേഖലയ്ക്ക് ഒരു ശക്തമായ ഒരു സംഘടന ഉണ്ട്, KSM അല്ലെ? എത്ര അംഗങ്ങളുണ്ട്? അതില് 5000-ഓളം അംഗങ്ങളുള്ള മെമ്പർഷിപ്പുള്ള മെമ്പർമാരുള്ള വളരെ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ ജില്ലാ പ്രസിഡന്റാണ് മൊയ്തി, പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. അതെ. അപ്പൊ നമ്മളെ ഇവിടെ ഈ മേഖലയിൽ നമ്മുടെ ഈ കാരക്കാട് ഭാഗത്ത് ഏകദേശം ഒരു 80% ആളുകളും ഈ ഒരു സ്ക്രാപ്പിനെ ജീവിക്കുന്നു അല്ലെ? ചിലപ്പോ കേരളത്തിൽ തന്നെ അത്ര ആളുകൾ ജീവിക്കുന്ന ഒരു ഹബ്ബ് ഉണ്ടാവില്ല. കേരളത്തിൽ പറയല്ല. അപ്പൊ KSMയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, മുൻ സംസ്ഥാന പ്രസിഡന്റ് അല്ലെ മുത്തുക്ക, തുടക്കക്കാരനാണ് KSM സംഘടനയുടെ. ഓൾ കേരളയിലുള്ള ഒരു സംഘടന കേട്ടോ ഈ KSM. മുത്തുക്ക, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടെ ഈ ഫ്ലൈറ്റ് വന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി എൻ്റെ നാടിൻ്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾ വളരെ സ്ക്രാപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നാടാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ ഇന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രാപ്പിന്റെ ഹബ്ബ് ഉണ്ടാകുന്ന ഒരു ഭാഗം ഈ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പട്ടാമ്പി മണ്ഡലമാണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന ഈ തൊഴിൽ അതിമഹത്തരമായിട്ട് കാണുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ. മറ്റുള്ള ചില ഭാഗങ്ങളിലെല്ലാം സ്ക്രാപ്പ് പറഞ്ഞ ഒരു പുച്ഛത്തോടെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാടിന്റെ സാമ്പത്തിക സ്രോതസ്സും വളരെ ഭംഗിയായിട്ട് പോകുന്നു, നാടിന്റെ പുരോഗതിയും എല്ലാം. ഇന്ന് ഞങ്ങൾക്ക് പ്ലെയിൻ അടക്കം ഇതവിടെ എത്തിക്കഴിഞ്ഞു. ഇതിനു മുന്നേ കപ്പലുകളെല്ലാം ഒരുപാട് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മളെ ഈ സംഘടനകളിലെ ഒരുപാട് ഭാരവാഹികളുണ്ട്. നമ്മുടെ ബഷീർക്ക, നാസർക്ക, പിന്നെ അലിക്ക, അസർക്ക, അതൊക്കെ ഇതിന്റെ ഭാരവാഹികളാണ്, ശക്തമായ പ്രവർത്തകരാണ്. അപ്പോൾ ഈ രൂപത്തിലൊന്ന് ഈ സംഘടന ഒന്ന് പരിചയപ്പെടുത്താം, ഈ സ്ക്രാപ്പ് മേഖല കാരക്കാട് ഇങ്ങനെ ഒരു ഹബ്ബ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള എനിക്ക് വീഡിയോ ഇട്ടാണ്. ഓക്കെ, താങ്ക് യു.